ഹേ ബേബ്സ്, വെൽക്കം ബാക്ക്. ലാസ്റ്റ് എപ്പിസോഡിലെ ആച്ചയും കണ്ട ഓഫീസിലെ കൊളീഗ്സ് തമ്മിൽ റിലേഷൻഷിപ്പ് പാടില്ല എന്നൊരു ഷോക്കിംഗ് ന്യൂസ് കേട്ട് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ ആച്ചയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്തത്. ഇപ്പൊ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങില് വീക്കെൻഡ് ഫുള്ള് പയ്യ റോക്കും കൂടി വർക്കൊക്കെ ചെയ്ത് പ്രോജക്ട് സബ്മിറ്റ് ചെയ്യുന്ന കാരണം നമ്മുടെ മോസാന്നുണ്ടെങ്കിൽ ഇവരുടെ മേലെ ഇംപ്രസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കാന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് ഒരു റെസ്റ്റോറന്റ് വൗച്ചർ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ തയ്യാറാവുന്നില്ല. നേരെ അത് റോക്കിന്റെ നേർക്ക് നീട്ടുമ്പോൾ റോക്കാന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ആ ഒരു വൗച്ചറായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എനിക്ക് തോന്നി ഈ ഒരു ബോസിന്റെ കയ്യിൽ ഒരുപാട് വൗച്ചർ ഉണ്ടെന്ന്. കാരണം എപ്പോൾ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നിയാൽ റെസ്റ്റോറന്റ് വൗച്ചറാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ മോനെ ഇതങ്ങ് മറന്നു കളഞ്ഞേക്ക്, ഞാൻ എന്തായാലും നിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ നിനക്ക് പേടിയാണോ, നീ എന്റെ മേലെ ലവ് വീഴുമെന്നൊക്കെ നമ്മൾ റോക്ക് ചോദിക്കുന്നുണ്ട്. ഇതേക്കുന്ന പയ്യാന്നുണ്ടെങ്കിൽ നിന്റെ വാൻ നടച്ചു വെക്കും, നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും നമ്മൾ കപ്പിൾസ് ആന്നൊക്കെ, എനിക്ക് അതിനൊന്നും പറ്റത്തില്ല എന്നൊക്കെ നമ്മുടെ പയ്യ പറയുന്നുണ്ട്. പയ്യ ഒരു തരത്തിലും വഴങ്ങത്തില്ല എന്ന് മനസ്സിലാവുന്ന നമ്മളെ റോക്കാന്നുണ്ടെങ്കിൽ ഫുഡിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് കൊതിപ്പിക്കുന്നുണ്ട്. പോർക്കുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പയ്യാന്നുണ്ടെങ്കിൽ ഫുഡിന്റെ കാര്യമൊക്കെ കേട്ടിട്ട് അതിലങ്ങ് വീഴാണ്. അവളാന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, നമ്മൾ ഇവിടുന്ന് പോകുന്ന കാര്യം ആരും അറിയാൻ പാടില്ല എന്നൊക്കെ. റോക്കാന്നുണ്ടെങ്കിൽ ഓക്കെ പറയാണ്. പയ്യ അവിടുന്ന് പോയ പാട് തന്നെ റോക്കിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ അവനെ കൊണ്ടേ പറ്റുന്നില്ല, നിന്ന് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ജിൻഡയാന്നുണ്ടെങ്കിൽ മീൻ നമ്മൾ രണ്ടുപേരും ഒരുപാട് നാളായില്ലേ പരിചയപ്പെട്ടിട്ട്, നമ്മളെ റിലേഷൻഷിപ്പ് നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണ്ടേ, നീ എന്റെ ബോയ് ഫ്രണ്ട് ആവുമെന്ന് പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്യാണ്. പെട്ടെന്ന് നോക്കിയാല് അത് നമ്മുടെ മിന്നല്ല, അവന്റെ ആ ഒരു മേഡൻ നോയി എടുത്താണ് പ്രൊപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പൂച്ചയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് വട്ടായിട്ടാണ് തോന്നുന്നത്. അത് അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. ഓടിപ്പോകുന്ന പൂച്ച എടുത്ത് നീ എന്ത് പരിപാടിയാണ് ചെയ്തത്, ഞാൻ ഇനി ആരുടെ പോയിച്ചെന്ന് പ്രാക്ടീസ് ചെയ്യും, ആച്ചയ്ക്ക് വരെ ബോയ് ഫ്രണ്ട് ആയി, എനിക്കൊരു ബോയ് ഫ്രണ്ട് വേണ്ടേന്നൊക്കെ ചോദിച്ചുണ്ട്. ആ ഒരു കറക്റ്റ് ടൈം തന്നെ അവിടേക്ക് മിൻ വരുന്നുണ്ട്. മിൻ വന്നിട്ട് ഡോർ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതെ കയറി വന്നത്, ഞാൻ ഒരുപാട് മിസ് ചെയ്തെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇതേക്കുന്ന ജിൻഡയാന്നുണ്ടെങ്കിൽ അയ്യോ ഇവൻ എന്നെയാണോ മിസ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ പൂച്ച എടുത്ത് ഹായ് മേഡം നോയി, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ ഒരു പൂച്ച എടുത്ത് വെച്ച് കളിപ്പിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജിൻഡയ്ക്ക് കാര്യം മനസ്സിലാവുന്നത്, അവൻ മിസ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മുടെ ജിൻഡയല്ല ആ ഒരു പൂച്ചയാണെന്ന്. അപ്പൊ നമ്മുടെ ജിൻഡയുടെ മൈൻഡിൽ ഇനിയിപ്പോ ഒട്ടും തന്നെ വെച്ച് താമസിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഫീലിംഗ്സ് അവന്റെ അടുത്ത് കൺഫസ് ചെയ്യണം. ഇതും പറഞ്ഞിട്ട് ഇടാന്നുണ്ടെങ്കിൽ മിന്ന് പറഞ്ഞ് വിളിക്കാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് എടുത്തിട്ട് അത് നമ്മുടെ ജിൻഡയിൽ ഏൽപ്പിക്കുകയാണ്. ജിൻഡ ഇത് നിനക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡയാന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയണേ. അതെ നീ ഓർഡർ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ഇത് നിനക്ക് തരണമെന്ന് തോന്നിയെന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. അപ്പൊ ഇവനാന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അയ്യോ ഇത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളല്ലേ, ഇത് നീ തന്നെ വെച്ചോ, എന്തായാലും നിന്റെ നോവൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോലെ, അപ്പൊ എന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ, ഇത് നീ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചോളാൻ പറഞ്ഞിട്ട് നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ മിന്ന അവിടുന്ന് പോയ പാടത്തിന് അയ്യോ ജിൻഡ ഇത്രയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് മിൻ വാങ്ങിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് അവന്റെ മേലെ ക്രഷ് ഉള്ള പോലെ തന്നെ അവനും നിന്റെ മേലെ തന്നെ ക്രഷ് ഉണ്ട്, അയ്യോ ഹാപ്പി ആയെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കും. അങ്ങനെ സാറ്റർഡേ ആണ്. സാറ്റർഡേ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ആച്ചയും കാരണം കൂടി ഡേറ്റിങ്ങിന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ദിവസമല്ലേ. ആ ദിവസം വരുവാണ്. രണ്ടുപേരും കൂടി ഡേറ്റിങ്ങിന് വന്നേക്കാണ്. ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ് രണ്ടുപേരും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ആച്ചയെന്നുണ്ടെങ്കിൽ ഒരിടത്ത് വന്നിരിക്കുകയാണ്. അവിടേക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കരന് 2 ബോട്ടിൽ ഡ്രിങ്കുമായിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഇത് പ്രൊമോഷൻ വീഡിയോ ആണ്, എന്നാലും ഇടയ്ക്ക് ചെറിയൊരു റൊമാൻറ്റിക് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സീൻ കാണാം. അപ്പൊ നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ 2 ബോട്ടിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് ബോട്ടിലാണ് നിനക്ക് വേണ്ടുന്നതെന്ന് ചോദിച്ചുണ്ട്. നമ്മുടെ ആച്ചയാന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ചൂസ് ചെയ്യുന്നുണ്ട്. ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ എന്താ ആലോചിക്കുകയാണ്, എന്ത് പറ്റി കണ്ണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതോ ഞാൻ വിചാരിച്ചത് നീ ഈ ഒരു ബോട്ടിൽ ചൂസ് ചെയ്യുന്നതാണ്, അതിനിപ്പോ എന്താ 2 ബോട്ടിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് ആച്ചയും ചോദിക്കുന്നുണ്ട്. അതോ ഇത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കാരണം. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഡ്രിങ്ക്സ് കുടിച്ചോണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ കരൺ നോക്കുമ്പോഴാന്നുണ്ടെങ്കിൽ ദൂരത്തേക്കുന്ന 2 കപ്പിൾസ് തമ്മിൽ കൈ രണ്ടുപേരും ഇങ്ങനെ കോർത്ത് പിടിച്ചേക്കാണ്. അപ്പൊ നമ്മുടെ കരണിനാന്നുണ്ടെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാവാണ് നമ്മുടെ ആച്ചിയുടെ കൈയും പിടിക്കണമെന്ന്. പക്ഷെ നമ്മുടെ ആച്ചിയുടെ കൈ പിടിക്കാനുള്ള അത്രയും കെൽപ്പൊന്നും നമ്മുടെ കരണില്ലാന്ന് തോന്നുന്നു. അവൻ ആകെപ്പാട് നെർവസ് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം നമ്മുടെ ആച്ചിയടുത്ത് പറയുന്നുമില്ല. സെയിം ടൈം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ പയ്യനെ റോക്കിനാണ്. റോക്കിനെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഓഫ്കാളി ലുക്കായിട്ടുണ്ട് പയ്യൻ ഡേറ്റിങ്ങിന് വരുമ്പോൾ. സോറി ഗൈസ്, ഞാൻ ഡേറ്റിംഗ് എന്ന് പറഞ്ഞതിന് ഡേറ്റിങ്ങിനല്ല വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ റോക്കിന്റെ മൈൻഡിലാന്നുണ്ടെങ്കിൽ നോക്കി നീ എത്ര നന്നായിട്ടാണ് ഡ്രസ് ചെയ്തേക്കുന്നത്, എന്റെ ഹെയർ സ്റ്റൈൽ നോക്കി സൂപ്പർ അല്ലേ, അവളെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങി വന്നേക്കുന്നത്. പക്ഷെ നോക്കി ആ ഒരു ബോസിന് ഞങ്ങളോട് വരാൻ കണ്ട നേരെന്ന് പറയുമ്പോഴാണ് നമ്മളെ കാണിക്കുന്നത്. ഇവർ രണ്ടുപേരുടെ അടുത്ത് നമ്മുടെ ബോസ് ഇരിപ്പുണ്ട്. ബോസിന്റെ അടുത്ത് നമ്മുടെ റോക്ക് പയ്യൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ബോസ് നിങ്ങളും കൂടി വന്നേന്നൊക്കെ. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, നമുക്ക് വർക്കുപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അപ്പൊ ഞാനും വിചാരിച്ചു നിങ്ങളുടെ കൂടെ വരാന്നൊക്കെ. ഇദ്ദേഹം പയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോസിന്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ വരുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കത്തില്ലേ ഞങ്ങൾ കപ്പിൾസ് ആണെന്നൊക്കെ കരുതി, അത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ടീസ് ചെയ്യത്തില്ലേ, അതൊക്കെ ആലോചിച്ച് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ബോസ് ഞങ്ങളുടെ വന്നതിന് ഒരുപാട് സന്തോഷം ഉണ്ടെന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴും റോക്കിന് മനസ്സിലാവുന്നുണ്ട് റോക്കിന്റെ മേലിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ഇല്ലാന്ന്. പെട്ടെന്ന് തന്നെ റോക്കാന്നുണ്ടെങ്കിലും വല്ലാണ്ടായിട്ട് ഓക്കെ നിങ്ങൾ കണ്ടിട്ട് ഫുഡ് കഴിക്കുക, ഞാൻ എന്നാ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാന്ന് പറയാണ്. അതേസമയം ഇവിടെ ആച്ചയും കണ്ണും കൂടി മാളിലേക്ക് വന്നേക്കാണ്. കാരണമാണെങ്കിൽ ആച്ചയുടെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ടൈമിൽ അവിടേക്ക്
അപ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോക്ക് പയ്യൻ വരുന്നുണ്ട്. റോക്കാന്നുണ്ടെങ്കിൽ ഇവന്മാരെ കണ്ടപാടെ തന്നെ ആച്ചി കാണണമെന്ന് തന്നെ വിളിക്കുന്നുണ്ട്. ആച്ചി കണ്ട് നീ എന്താ എവിടെയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതോ ഞാൻ പയ്യുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ പോട്ടെ, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ വന്നത്? രണ്ടുപേരും തമ്മിൽ ഡേറ്റിംഗ് ആണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഇതേക്കുന്ന ആച്ചി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷോക്കായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ല വന്നത്, ഞങ്ങൾ ഓരോരുത്തരായിട്ടാ വന്നത്. ഇവിടെ വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തു, അത്രേ ഉള്ളെന്നൊക്കെ. ഞാനൊരു തമാശക്ക് ചോദിച്ചല്ലേ, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? അല്ലേ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ റോക്ക് ചോദിക്കുന്നുണ്ട്. നീ പറഞ്ഞു ശരിയാണ്, ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഡേറ്റ് ചെയ്യാന്നൊക്കെ ആച്ചി ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ എന്നൊക്കെ റോക്ക് ചോദിക്കുന്നുണ്ട്. ഇല്ലില്ല, ഞങ്ങൾ ഫുഡ് കഴിക്കൊന്നും വരുന്നില്ല, ഞങ്ങളിപ്പോ ഇവിടുന്ന് പോകുന്നൊക്കെ ആച്ചി. എന്നാ പിന്നെ ഓക്കെ, ഞാൻ പോട്ടെ, റെസ്റ്റ് റൂമിൽ പോകണം, എന്നിട്ട് പയ്യുടെ അടുത്തേക്ക് ചെല്ലണോന്നൊക്കെ നമ്മൾ റോക്ക് പറഞ്ഞിട്ട് റോക്ക് അവിടുന്ന് പോവാണ്. റോക്ക് അവിടുന്ന് പോയ പാടെ തന്നെ നമ്മുടെ ആച്ചിയുടെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന അത്ര സന്തോഷമൊന്നുമില്ല. അവനാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ കാണാന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചി എടുത്ത് ആച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ചോദിച്ചോളാനും നമ്മുടെ ആച്ചിയും പറയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഡേറ്റിംഗിലാണെന്ന് നിനക്ക് പുറത്തുള്ളവർക്ക് പറയാൻ പേടിയുണ്ടോ? അഥവാ നീ പേടിക്കാന്നുണ്ടെങ്കിലും അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം രണ്ട് പയ്യന്മാര് തമ്മിൽ ഡേറ്റിംഗിലാണെന്ന് അത് പുറത്ത് പറയാനുള്ള കാര്യം അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. നീ അങ്ങനെ തിങ്ക് ചെയ്താലും അതെനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ കരൺ പറയുന്നുണ്ട്. നീ വിചാരിക്കും പോലെ ഒന്നുമില്ല, നമ്മൾ രണ്ടുപേരും ഡേറ്റിംഗിലാണെന്ന് എനിക്ക് പുറത്ത് എല്ലായിടത്തും പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നീ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങള്. നമ്മളെ ഓഫീസിൽ റൂൾസ് ഉണ്ട്, കൊളീഗ്സ് തമ്മിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ രണ്ടുപേരും ഫയർ ചെയ്യും, അങ്ങനെ റൂൾസ് ഉണ്ടെന്നൊക്കെ ഇതേക്ക് നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ബോസ് അത്രയും റൂഡായിട്ടുള്ള ഒരാളാണെന്ന്. നീ വിചാരിക്കും പോലെ അല്ല നമ്മുടെ ബോസ്. ഈ ഒരു കാര്യത്തിൽ ബോസ് വളരെയധികം സ്ട്രിക്റ്റ് ആണ്. ബോസ് ഇതുവല്ല അറിയവെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ജോലിയിൽ നിന്ന് ഫയർ ചെയ്യും. എനിക്ക് അതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഓഫീസിലുള്ള ആൾക്കാരൊന്നും അറിയാൻ പാടില്ല എന്നൊക്കെ ആച്ചി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ കുറച്ചേരം ആലോചിച്ച് നിന്നിട്ട് എന്റെ അടുത്ത് ഇപ്പൊ എന്റെ ജോലിയാണോ വലുത് അതോ നീയാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചൂസ് ചെയ്യാൻ നിന്നെ മാത്രമായിരിക്കും. കാരണം എന്റെ ഈ ഒരു ജോലി പോയാലും വേറൊരു ജോലി എനിക്ക് എവിടെ ചെന്ന് അന്വേഷിച്ചാലും കിട്ടും. പക്ഷെ നിന്നെ പോലെ ഒരു പേഴ്സണെ ഞാൻ എവിടെ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ രണ്ടുപേരും കൂടി മുഖത്തോട് മുഖം നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. എന്നാലും നിന്റെ ഒരു മനസ്സമാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിലുള്ള ആരടുത്തും നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഞാൻ പറയത്തില്ല. അതേപോലെ തന്നെ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഓഫീസിലല്ലല്ലോ ഉള്ളത്. ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നൊക്കെ നമ്മുടെ കാരണം ചോദിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ചോദിച്ചോളാനും നമ്മുടെ ആച്ചിയും പറയാണ്. അത് ഞാനെന്ന് പറഞ്ഞിട്ട് എന്നിന്റെ കൈ പിടിച്ചോട്ടെ എന്നാണ് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ആച്ചി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. ഇത് കാണുന്ന കണ്ണാന്നുണ്ടെങ്കിൽ നീ അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ടാന്ന് പറയേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടുകയാണ്. കണ്ണാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ആച്ചിയുടെ കൈ പിടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി കൈ പിടിച്ചോണ്ടിരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ കണ്ണന്റെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ മാറുവാണ്. അവൻ അത്ര നേരം ചിരിച്ചോണ്ടിരുന്നല്ലേ, പെട്ടെന്ന് തന്നെ ടെൻഷൻ അടിച്ച പോലെ ആവാണ്. ഇത് ശ്രദ്ധിച്ച ആച്ചിയാന്നുണ്ടെങ്കിൽ എന്ത് പറ്റി കാണണമെന്ന് ചോദിക്കുകയാണ്. കണ്ണാന്നുണ്ടെങ്കിൽ വേറെ അങ്ങോട്ടേക്ക് സൂക്ഷിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് കാണുന്ന ആച്ചിയാന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ ബോസാണ് അവിടെ നിൽക്കുന്നത്. ബോസിനെ കണ്ടപാടെ തന്നെ ആച്ചിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൈ എടുത്ത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കണ്ണാന്നുണ്ടെങ്കിൽ ഇനി കൈ മാറ്റിയിട്ട് കാര്യമില്ല, ഒരുപാട് ലേറ്റ് ആയി പോയെന്ന് കാരണം പറയാം. ഒരു സീൻ ഇവിടെ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിൻഡിയാണ്. ജിൻഡിക്കാന്നുണ്ടെങ്കിൽ മിന്നും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഗിഫ്റ്റ് കുറെ ഫ്ലവേഴ്സും അതിന്റെ ഇലകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവനാന്നുണ്ടെങ്കിൽ ഓരോ ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന ടൈമിലാന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവറിന്റെ അതിന്റെ തണ്ടുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തോണ്ട് നിൽക്കുന്ന ടൈമിൽ നമ്മുടെ മേഡം നോയാന്നുണ്ടെങ്കിൽ ജിൻഡയുടെ കാലിന്റെ അടി കൂടെ ഓടിപ്പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വന്ന് വീഴാണ്. അങ്ങനെ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു ടോർച്ചൊക്കെ തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ തപ്പി നോക്കണം. അയ്യോ മിന്നാന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെന്ന് ഗിഫ്റ്റ് ആണ്, ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും? നാളെ അവൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ മറുപടി പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ കൊതുകിന്റെ കടിയൊക്കെ കൊണ്ടുകൊണ്ട് സഹിച്ച് ആ ഒരു ഫ്ലവർ തപ്പി നോക്കുന്നുണ്ട്. തപ്പി നോക്കിയിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഏതോ ഒരു സാധനം ഇങ്ങനെ കയ്യിലെടുക്കുന്നുണ്ട്. ഇതെന്തോ സാധനം എന്നും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ സ്മെല്ല് ചെയ്ത് നോക്കാണ്. അത് വേറൊന്നല്ല, ഡോഗിന്റെ വേസ്റ്റ് ആണ്. ഇവനാന്നുണ്ടെങ്കിൽ വല്ലാണ്ടങ്ങായി പോവാണ്. മിന്നാന്നുണ്ടെങ്കിൽ ജിന്റെ ഓർഡർ ചെയ്തിട്ടുള്ള സാധനമായിട്ട് വരുവാണ്. സാധനം കൈ കൊടുത്ത പാടെ തന്നെ ജിന്നാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവനാന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവർ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തന്നേപ്പോണ്ടായിരുന്നല്ലോ, അതെല്ലാം നീ അറേഞ്ച് ചെയ്തോ, എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ എത്തി വിളിഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പല കോപ്രായങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ ഫൈനലി അത് കാണുവാണ്. നോക്കിയാൽ നീ ഇത് കറക്റ്റ് ആയിട്ടല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഞാൻ ഇത് അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സിന്റെ അടുത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ നോക്കുമ്പോഴാന്നുണ്ടെങ്കിൽ എന്തോ ഒന്ന് മിസ്സിംഗ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു സ്റ്റെമ്മ് മാത്രം എടുത്തിച്ച് നോക്കുന്നുണ്ട്. ഇതിന്റെ ഫ്ലവർ എന്തെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിൻഡിയാന്നുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് ഇരുന്ന് വെച്ചിട്ട് എന്റെ അടുത്ത് നീ ക്ഷമിക്കണം, നീ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് നീ എനിക്ക് വാങ്ങിച്ചു തന്നത്. പക്ഷെ ഞാൻ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല, അതുകൊണ്ടാണ് ആ ഫ്ലവർ മിസ്സിംഗ് ആയി പോയത്. പക്ഷെ ഞാനാന്നുണ്ടെങ്കിൽ വിൻഡോയുടെ അടുത്ത് വെച്ചാണ് അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് പോയി. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, അത് തിരിച്ച് കിട്ടിയില്ല. ഞാനിവിടെ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫിന്റെ അടുത്ത് സെക്യൂരിറ്റി സ്റ്റാഫിന്റെ അടുത്തൊക്കെ പറഞ്ഞു അന്ന് കണ്ടുപിടിച്ച് തരണമെന്ന്. പക്ഷെ അവരൊക്കെ നോക്കിയിട്ട് ആ സാധനം കണ്ടു കിട്ടിയതേ ഇല്ല. ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യാനാണ്? എനിക്കറിയാം ഞാൻ തെറ്റാണ് ചെയ്തതെന്ന്. നീ എന്റെ അടുത്ത് ഒരിക്കലും ദേഷ്യപ്പെടല്ലേ, ഞാൻ ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല ചെയ്തത്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഞാൻ ബാഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ എന്തോ വലിയ തെറ്റ് ചെയ്ത അവൻ അവന്റെ അടുത്ത് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ജിൻഡ നീ ഇങ്ങനെ സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നമ്മുടെ മിൻ പറയുന്നുണ്ട്. ഇതൊക്കെ ചിന്തയാന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ നിനക്ക് എന്റെ ദേഷ്യം, ഞാൻ എന്തിനാ നിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? ഞാൻ ഇതേപോലെ കസ്റ്റമറിന് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടേ കൊടുത്തു, അവർ തുറന്നു നോക്കിയപ്പോൾ ഇതേപോലെ ബ്രോക്കൺ ആയിട്ട് ഇരിക്കുന്ന കണ്ടു. അപ്പൊ
ഡാമേജ്ഡ് ആയിട്ടുള്ള ഐറ്റം അവർ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ എങ്ങനെ കളയുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇത് കൊണ്ടു തന്നത്, അല്ല ഞാൻ ഒരു പർപ്പസിന് വേണ്ടിയിട്ടല്ല ഇത് കൊണ്ടു തന്നേന്നൊക്കെ നമ്മുടെ മിൻ പറയുന്നുണ്ട്. മിൻ ഇതും പറഞ്ഞിട്ട് ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പാവം നമ്മുടെ ജിന്റെ എന്നുണ്ടെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിൽക്കുകയാണ്. അവൻ എന്തൊക്കെയോ മനസ്സിൽ മലക്കോട്ട കെട്ടിപ്പോയതാണ്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം പറഞ്ഞു. അതേസമയം ഇവിടെ ഓഫീസിലാണ് കാണിക്കുന്നത്. ഓഫീസിൽ ഒരു ലേഡി വന്നിട്ട് ആച്ചയും കണ്ണയും ബോസ് വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രണ്ടുപേരും ടെൻഷൻ ആവുന്നുണ്ട്. നമ്മളെ കാണാന്ന് ടെൻഷൻ വന്നാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമെന്ന് പറയണേ. അങ്ങനെ അതും പറഞ്ഞിട്ട് രണ്ടുപേരും മേളിലേക്ക് കയറി പോകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഫയലും പിടിച്ചുകൊണ്ട് നമ്മുടെ പൈ നിൽപ്പുണ്ടായിരുന്നു. പൈ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പൈ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ ഇവളാണെങ്കിൽ ഇവരെന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്ത് നിന്നുകൊണ്ട് ചെവിയും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ അവിടേക്കാന്നുണ്ടെങ്കിൽ ദുജ് വരുന്നുണ്ട്. ദുജ് വന്ന പാടെ തന്നെ പൈ എടുത്ത് ചോദിക്കുന്നുണ്ട്, പൈ നീ എന്തോ ചെയ്തോണ്ടിരിക്കുന്നതെന്നൊക്കെ. അതോ ആച്ചയും കണ്ടെന്നുണ്ടെങ്കിൽ ബോസ് വിളിച്ചേക്കൊണ്ടായിരുന്നു. അവരെന്തോ സംസാരിക്കുന്നത് എനിക്ക് അറിയണം, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ദുജ് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ നമ്മുടെ ദുജിന്റെ അടുത്ത് ചോദിക്കുമ്പോഴേ എന്തോന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാനോ, നിങ്ങളുടെയൊക്കെ സീനിയർ ആണ് ഞാൻ, ആ ഒരു സീനിയറിന്റെ അടുത്ത് തന്നെ ഇങ്ങനെയൊക്കെ പറയണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദുജാന്നുണ്ടെങ്കിൽ പയ്യെ വിളിച്ചിട്ട് അവിടുന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. പയ്യാന്നുണ്ടെങ്കിൽ എന്താ പിന്നെ നിങ്ങൾ അങ്ങ് പോയിക്കോ, ഞാൻ എന്തായാലും കേട്ടിട്ട് വരത്തോളം എന്ന് പറഞ്ഞിട്ട് ഇവളാന്നുണ്ടെങ്കിൽ ചെവി വെച്ച് നോക്കുന്നുണ്ട്. ദുജ മനസ്സേ വരുന്നില്ല. ആഹാ നിനക്ക് കേൾക്കാന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് കേട്ടൂടാ, ഞാനല്ലേ ഇവിടുത്തെ സീനിയർ എന്നും പറഞ്ഞുകൊണ്ട് ഇവളും പോയി ചെന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അകത്ത് ബോസ് ആണെങ്കിൽ ആച്ചയും കന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് ഫസ്റ്റ് തന്നെ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഡേറ്റിംഗിലാണോ എന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞ് അവൻ പറയാൻ ഒരുപാട് മടിക്കുന്നുണ്ട്. ഇതേക്കുന്ന കാരണമാണെങ്കിൽ ഒട്ടും മടി കൂടാതെ അതെ ഞാനും ആച്ചി ഡേറ്റിംഗിലാണെന്ന് പറയണേ. പുറത്തു നിന്ന് ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ദുജും പയ്യാന്നുണ്ടെങ്കിൽ ആകെപ്പാട് ഷോക്ക് ആവുന്നുണ്ട്. ദുജാണെങ്കിൽ എന്തോന്ന് ഞാൻ ഈ കേട്ടത്, ആച്ചയും കാരണം ഡേറ്റിംഗിലാണെന്നോ. നമ്മളെ പയ്യാന്നുണ്ടെങ്കിൽ ആകെപ്പാട് സ്റ്റണ്ണായിട്ട് നിൽക്കുകയാണ്, മായം തപ്പി പിടിച്ചോണ്ട്. പെട്ടെന്ന് തന്നെ അവളാന്നുണ്ടെങ്കിൽ ഒച്ചത്തിൽ കിടന്ന് കൂവുന്നുണ്ട്. അയ്യോ ഞാൻ ഷിപ്പ് ചെയ്ത് എന്റെ കപ്പിൾസ് ഒക്കെ റിയൽ ആയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവളാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വേളം വെച്ച് എക്സൈറ്റ്മെന്റ് ആയിട്ട് നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ദുജാന്നുണ്ടെങ്കിൽ പയ്യൻ പിടിച്ചോണ്ട് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ഇവിടെ നമ്മുടെ കാരണമാണെങ്കിൽ ബോസ് എനിക്കറിയാം രണ്ട് പയ്യന്മാർ തമ്മിൽ റിലേഷൻഷിപ്പ് ഇരിക്കുന്നത് അത് സമ്മതിച്ചു തരാൻ പറ്റാത്ത കാര്യമാണെന്ന്, പക്ഷേ എന്ന് പറയേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ബോസാന്നുണ്ടെങ്കിൽ കാരണം നീ വിചാരിക്കും പോലെ അങ്ങനെയുള്ള കാര്യത്തിൽ എതിരായിട്ടുള്ള ഒരാളല്ല ഞാൻ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എന്റെ എംപ്ലോയീസ് ആണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ റിലേഷൻഷിപ്പ് ഇരിക്കാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വർക്കിനെ ബാധിക്കും. അപ്പൊ അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ. അപ്പൊ നമ്മുടെ ആച്ചയാന്നുണ്ടെങ്കിൽ ബോസ് നിങ്ങൾ വിചാരിക്കും പോലെയല്ല കാര്യങ്ങള്, ഒരിക്കലും ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ഞങ്ങളെ വർക്കിനെ ബാധിക്കത്തില്ല. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ കരുണ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ വർക്കിംഗ് സ്കിൽസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ. അപ്പൊ പെട്ടെന്നാണെങ്കിൽ നമ്മുടെ ബോസ് ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കൽ ബ്രേക്കപ്പ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നൊക്കെ. ഇതേക്ക് നമ്മുടെ ആച്ചയും കണ്ടാന്നുണ്ടെങ്കിൽ പരസ്പരം നോക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും പോലെയല്ല ലവ് ഭയങ്കര പവർഫുൾ ആണ്. നിങ്ങൾ ഒരുപാട് നാൾ പ്രണയിച്ച് നടന്നിട്ട് ഒരിക്കലും ബ്രേക്കപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും വർക്കിനെ ബാധിക്കും. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരിക്കലും ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. നിങ്ങൾക്ക് പരസ്പരം തമ്മിൽ കാണുന്ന പോലും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തമ്മിൽ റിലേഷൻഷിപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവരെ ഫോഴ്സ് ചെയ്ത് ഫയർ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ. ആക്ച്വലി അവർ തന്നെ വന്ന് റിസൈൻ ചെയ്തിട്ട് പോകുന്നതാണ്. അവർ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് ലാസ്റ്റ് ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അവരായിട്ട് വന്ന് റിസൈൻ ചെയ്ത് ഇവിടുന്ന് പോകുന്നതാണ്. ഞാൻ ഇവിടെ വെച്ചേക്കുന്ന ഈ ഒരു റൂൾസ് അതൊരു സില്ലി ആയിട്ടുള്ള റൂൾസ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമല്ല. എന്റെ എംപ്ലോയീസ് ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും അവർ റിലേഷൻഷിപ്പ് ഇരിക്കാൻ പാടില്ല. അവർ ബ്രേക്കപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് അവരെ മാത്രമല്ല ബാധിക്കുന്നത്, ഇവിടെയുള്ള വർക്കിനെയും ബാധിക്കും, നമ്മുടെ കമ്പനിയെ ബാധിക്കും. പക്ഷെ എന്റെ ഓഫീസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ രണ്ടുപേരെ ഫയർ ചെയ്യാനുള്ള ഉദ്ദേശം എനിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഇനി റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പാടില്ല. അതിനുള്ള ഒരു കോൺട്രാക്ട് വരെ എന്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോസാന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ട് പേപ്പർ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മുടെ ആച്ചയും കണ്ണും പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കാലോ എന്ന് കരുതി നിൽക്കുമ്പോൾ അവിടേക്ക് വേറൊരു കൊളീഗ് വന്നിട്ട് നമ്മുടെ കരനെ വിളിക്കുന്നുണ്ട്. ഏതോ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ ആച്ചി പിന്നെ ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് കരൺ അവിടുന്ന് പോവാണ്. കരൺ അവിടുന്ന് പോയ പടത്തന്നെ നമ്മുടെ ആച്ചി നോക്കുമ്പോഴാണെങ്കിൽ അപ്പുറം തന്നെ നമ്മുടെ ദുജും പയ്യും കൂടി ഇരുന്നിട്ട് മോനെ ചക്കരേ ഇഞ്ഞു വാ എന്നുള്ള മട്ടി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഇവരുടെ ഒരു സേഫ് റൂമില്ലേ അവിടെ ഇരുന്നിട്ട് മൂന്നുപേരും കൂടി സംസാരിക്കുന്നതാണ്. നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം അറിയാവോ ആച്ചി, ഇനി എന്റെ ലൈഫിൽ ഇതിലേക്കാൾ സന്തോഷമായിട്ട് ഒരു കാര്യം നടക്കാനേ ഇല്ല എന്നൊക്കെ. ഇതേക്കുന്ന ദുജാന്നുണ്ടെങ്കിൽ നിന്റെ വായ അടച്ചു വെച്ചൊന്നും മിണ്ടായിരിക്കും. ഈ ബോസ് എന്തോ പറഞ്ഞെന്ന് തിരക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആച്ചി എടുത്ത് ചോദിക്കുന്നുണ്ട് ബോസ് എന്താ പറഞ്ഞെന്നൊക്കെ. അപ്പോഴാണ് കാണിക്കുന്നത് ആ ഒരു കോൺട്രാക്ട് പേപ്പർ എടുത്തിട്ട് ഇവരെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ സൈൻ ചെയ്യണം, നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പ് ഇരിക്കത്തില്ല എന്നൊക്കെ. പെട്ടെന്ന് തന്നെ നമ്മുടെ കാണാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ ഒരു കോൺട്രാക്ട് പേപ്പർ സൈൻ ചെയ്താലും എനിക്ക് ആച്ചിയുടെ മേലുള്ള ഫീലിങ്സ് അത് എവിടേക്കും പോകത്തില്ല, അത് അങ്ങനെ തന്നെ കാണും. അപ്പൊ അതറിഞ്ഞു വെച്ചോണ്ട് എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ കരൺ പറയുന്നുണ്ട്. എന്നാ പിന്നെ ഓക്കെ നിനക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വേറെന്താ പ്ലാൻ എന്ന് നമ്മുടെ ബോസ് ചോദിക്കുന്നുണ്ട്. എന്റെ പ്ലാന് വേറൊന്നുമല്ല, ഞാൻ പ്രൂവ് ചെയ്ത് തരും. എനിക്കും ആച്ചിയുടെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ് അതുകൊണ്ട് ഞങ്ങളുടെ വർക്കിനെ ഒന്നും ബാധിക്കത്തില്ല എന്നൊക്കെ. ഇതേക്കുന്ന ആച്ചിയാന്നുണ്ടെങ്കിൽ ശരിയാണ് ബോസ്, ഞാനും വാക്ക് തരുന്നത്, എന്നെ കൊണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പെട്ടെന്ന് തന്നെ കാണാന്നുണ്ടെങ്കിൽ ആച്ചി അതൊന്നും വേണ്ട, ഇത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ പിന്നെ ഓക്കെ അഥവാ നീ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുമെന്നൊക്കെ ബോസ് നമ്മുടെ കരണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മുടെ കരണാണെങ്കിൽ കുറച്ചേരം ആലോചിച്ചിരുന്നിട്ട് ഞാൻ ഈ ജോലിയിൽ നിന്ന് തന്നെ റിസൈൻ ചെയ്ത് പോകുന്നു പറയണേ. ഇപ്പൊ ഈ കാര്യങ്ങൾ ഇവരുടെ അടുത്ത് പറയുമ്പോൾ ഇവരാന്നുണ്ടെങ്കിൽ ഷോക്ക് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പൈ ചാടി എഴുന്നിട്ടിട്ട് എന്തോന്ന് കരൺ റിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കമ്പനി നിൽക്കത്തില്ല, ഞാൻ റിസൈൻ ചെയ്യുന്നൊക്കെ. പെട്ടെന്ന് തന്നെ ദുജാന്നുണ്ടെങ്കിൽ നീ എന്തൊരു മന്ദബുദ്ധ
ഇവരാ പറയുന്നത്. കാരണം അത്ര പെട്ടെന്ന് റിസൈൻ ചെയ്ത് ഇവിടുന്ന് പോകത്തില്ല എന്നൊക്കെ. എന്നാ പിന്നെ ഓക്കെ എന്തോ കരന്റെ അടുത്ത് ബോസ് പറഞ്ഞെന്ന് ആച്ചി എടുത്ത് ചോദിക്കുമ്പോൾ ബോസ് പറഞ്ഞ വേറൊന്നും അല്ല, ഈ ഒരു മാസത്തില് 3 ബില്യൺ മാത്തിന്റെ അടുത്ത് സെയിൽസ് നടത്തണമെന്നൊക്കെ. പെട്ടെന്ന് തന്നെ ഇവരാന്നുണ്ടെങ്കിൽ എന്തോന്ന് 3 ബില്യൺ മാത്ത, അതൊക്കെ ഒരു മാസം കൊണ്ട് നടക്കുന്ന കാര്യമാണോ? കരൺ വലിയൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയാൽ പോലും അവനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഉറപ്പായിട്ടും ബോസ് വേണമെന്ന് വെച്ച് ചെയ്തതാണ്, അവനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് റിസൈൻ ചെയ്യിപ്പിക്കാനെന്നൊക്കെ ഇവന്മാർ പറയുന്നുണ്ട്. അടുത്ത സീനിക്കാണെങ്കിൽ നമ്മുടെ ജിൻഡയാണ്. ജിൻഡയാന്നുണ്ടെങ്കിൽ മിന്നു കൊടുത്ത ആ ഒരു ഫ്ലവേഴ്സിലെ അതും കൈ പിടിച്ചോണ്ടിരിക്കുകയാണ്. അവനാന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ബോക്സ് ഇടണമെന്നുണ്ട്. പക്ഷെ വേസ്റ്റ് ബോക്സിലേക്ക് ഇടാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അയ്യോ മിന്നു തന്ന ഗിഫ്റ്റ് അല്ലേ, ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് അല്ലേ, ഇതെങ്ങനെ ഞാൻ കളയാന്നൊക്കെ പറഞ്ഞോട്ട് അവന് കളയാനും മനസ്സില്ല വെച്ചേക്കാനും മനസ്സില്ല. അവൻ വേറൊരു ഇന്റേൺഷിപ്പ് കൊടുത്തേലേ, അല്ലാതെ ഒരു ഇഷ്ടമുണ്ടായിട്ട് കൊടുത്തല്ലോ. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടാണ് അങ്ങനെ ഇവന് കളയാനോ വേണ്ട എന്നുള്ള രണ്ട് മനസ്സിരിക്കുന്ന ടൈമില് നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ കോളിംബെല്ലടിക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഇവിടേക്ക് വരുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ മിന്നാണെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് അകത്തേക്ക് ചെന്നിരുന്നിട്ട് ആ ഒരു പൂച്ചയെ മടിയെടുത്ത് വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തേന് നമ്മുടെ ജിൻഡയുണ്ട്. ജിൻഡയാന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിരിക്കുകയാണ്. അപ്പൊ പൂച്ചയാന്നുണ്ടെങ്കിൽ ഇവന് ഭയങ്കരമായിട്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പൂച്ചയെങ്കിലും ആയാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മുടെ ജിൻഡയുടെ മനസ്സിൽ കരുതുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനാന്നുണ്ടെങ്കിൽ നമ്മുടെ ജിൻഡയുടെ ഒരു ഫ്ലവർ കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഫ്ലവർ എടുത്ത് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഡെലിവറിക്ക് വന്നില്ലായിരുന്നു, അപ്പൊ ഞാൻ താഴെ കിടക്കുന്ന കണ്ട് അങ്ങനെ എടുത്തോണ്ട് വന്നേന്നൊക്കെ. ഇതും പറഞ്ഞിട്ട് ഈ ഒരു ഫ്ലവർ നമ്മുടെ ജിൻഡയുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും രണ്ടൊരു കൈ തമ്മിൽ ടച്ച് ആവുകയാണ്. അപ്പൊ നമ്മുടെ മിന്നിന്റെ മൈൻഡ് പറയുന്നുണ്ട് അതെങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ. ആക്ച്വലി നമ്മുടെ ജിൻഡയുടെ ആ ഒരു ഫ്ലവർ താഴത്തേക്ക് വീഴുമ്പോൾ അത് നേരെ താഴത്തേക്ക് പോകുന്നില്ല, ഒരു ബേസിൽ അങ്ങ് തങ്ങി കിടക്കുമായിരുന്നു. അത് നമ്മുടെ മിന്നാണെങ്കിൽ എങ്ങനെയൊക്കെയോ പാടുപെട്ട് ഏണിയൊക്കെ വെച്ച് കയറിയിട്ടാണ് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ജിൻഡ ഇത് കാണുമ്പോൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ടല്ലോ, അത് തന്നെ മതി എന്നൊക്കെ നമ്മുടെ മിന്നിന്റെ മൈൻഡ് പറയുന്നുണ്ട്. ഇതേക്ക് നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. എന്നാ പിന്നെ ഇത് ലാസ്റ്റ് പീസ് അല്ലേ, നമുക്ക് ഒരുമിച്ച് ഇത് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പോയി ചെന്നിട്ട് ആ ഒരു ഫ്ലവറിന്റെ ആ ഒരു സ്റ്റെം എടുത്തോണ്ട് വരുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി അത് ഒരുമിച്ച് വെക്കാണ്. നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ പഴയതുപോലെ പിന്നെ ഹാപ്പി ആവാണ്. അതേസമയം ഇവിടെ ഓഫീസിൽ കർണയാണ് കാണിക്കുന്നത്. കർണാന്നുണ്ടെങ്കിൽ ആ ഒരു മാസം കൊണ്ട് തന്നെ 3 മില്യൺ ബാത്തിന്റെ സെയിൽസ് ഉണ്ടാക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെയാന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചിയും ശ്രദ്ധിക്കുന്നുണ്ട്. ആച്ചിക്കാന്നുണ്ടെങ്കിൽ ഇതിൽ ഇടപെടാൻ പറ്റത്തില്ലല്ലോ. ഒന്നാമത്തെ കാര്യം നമ്മുടെ കർണാന്നുണ്ടെങ്കിൽ ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി അവൻ ഏറ്റെടുക്കുകയാണെന്ന്. രണ്ടാമത്തെ കാരണം സെയിൽസിന്റെ ആ ഡിപ്പാർട്ട്മെന്റിൽ പെടുന്നതെല്ലാം നമ്മുടെ ആച്ചി. അങ്ങനെ നൈറ്റ് ആവുകയാണ്, നമ്മുടെ കർണാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ അവിടേക്കാണെങ്കിൽ നമ്മുടെ ആച്ചി വരുന്നുണ്ട്. കയ്യിലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രിങ്ക്സ് ഉണ്ട്, അതുകൊണ്ട് വന്നിട്ട് നമ്മുടെ കരണ് കൊടുക്കുന്നുണ്ട്. കരൺ നീ രാവിലെ തൊട്ട് ജോലി ചെയ്യില്ലേ, ഇന്നത് കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കർണാന്നുണ്ടെങ്കിൽ നീ ഇതുവരെ വീട്ടിൽ പോയില്ലേ, നിന്റെ ലാസ്റ്റ് ബോട്ട് ഇപ്പൊ പോയി കാണുമല്ലോ, നീ എന്താ വീട്ടിൽ പോകാത്തതെന്ന് ചോദിക്കുകയാണ്. നീ ഇപ്പോഴും ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ പോകാനെന്നൊക്കെ നമ്മുടെ ആച്ചിയും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഒരു ഫയൽ എടുത്തിട്ട് കരണിനെ ഏൽപ്പിക്കുകയാണ്. ഈ ഒരു ഫയലിനകത്ത് ക്ലയൻസിന്റെ പേരും അവരുടെ പ്രോഡക്റ്റിന്റെ പേരൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. നീ ഇത് നോക്കി വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിനക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മൾ രണ്ടുപേരും റെസ്പോൺസിബിലിറ്റി, പക്ഷെ നിനക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നില്ലേ, സോറി എന്നൊക്കെ നമ്മുടെ ആച്ചി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കരണെന്നുണ്ടെങ്കിൽ ആച്ചിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് ആച്ചി നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ മുമ്പ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇത്ര അധികം ഹാപ്പി ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തന്ന ഈ ഒരു വർക്കില്ലേ, ഈ ഒരു വർക്കിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം എന്താണെന്നറിയോ, ഇത് നമുക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഞാൻ ഒരു പക്ഷേ ഇതിൽ ഞാൻ സക്സസ് ആവുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രൗഡ് ചെയ്യുന്നത് നിന്നെ പറ്റി ആലോചിച്ചിട്ടായിരിക്കും. കാരണം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ബോസ് ചോദിച്ചത് നിനക്ക് ഓർമ്മയില്ലേ, നമ്മൾ ബ്രേക്കപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നൊക്കെ. ആ ഒരു ടൈമിൽ ഞാൻ ഒരുപാട് വേദനിച്ചായിരുന്നു. പക്ഷെ ഞാൻ നിന്റെ അടുത്ത് ഇപ്പോഴും പറയാം ആച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആച്ചിയുടെ കൈ പിടിച്ചിട്ട് ആച്ചി ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, നീ എപ്പോഴും ഇതേപോലെ എന്റെ സൈഡിൽ ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടൊരു ഹാപ്പി ആയിട്ട് പരസ്പരം നോക്കിയിരുന്ന് ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിൽ നമ്മുടെ ദുജു ആച്ചിയും പയ്യും കൂടി ചേർന്നിട്ട് സെയിൽസ് ഇൻക്രീസ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെല്ലാം കൂടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സെയിൽസ് ഇൻക്രീസ് ആയിട്ടില്ല, ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്യും, നമുക്കൂടി ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പൈ പറയുന്നുണ്ട്. ദുജാന്നുണ്ടെങ്കിൽ നീ എന്തോ പറയുന്നത്, നമ്മളാണെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ പെടുന്ന ആൾക്കാരെ ഇല്ല, നമ്മൾ എങ്ങനെയാണ് കരണിനെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ. ആ ഒരു ടൈമിൽ നമ്മുടെ കരുണാന്നുണ്ടെങ്കിൽ ആച്ചിയെ വിളിക്കുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത പാടെ തന്നെ നമ്മുടെ കരുണാന്നുണ്ടെങ്കിൽ ആച്ചി എടുത്ത് ആച്ചി നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യും, ഇന്നുകൊണ്ട് തന്നെ നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ആക്കാൻ എന്നെ കൊണ്ട് പറ്റും, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാന്നൊക്കെ പറയാണ്. ഇത് കേട്ട ആച്ചി എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇവരെടുത്ത് ഈ കാര്യം പറയുന്നുണ്ട്. ഇവര് ഹാപ്പി ആവുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഏതാ ഒരു ക്ലയന്റ് എന്ന് നമ്മുടെ ആച്ചിയും ചോദിക്കുന്നുണ്ട്. ക്ലയന്റിന്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ കറണ്ട് അടുത്തേക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലയന്റ് വരുവാണ്. അത് വേറെ കാര്യമല്ല, നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, കെം എന്ന് പറഞ്ഞ ഒരു ലേഡിയെ നമ്മുടെ കറണ്ട് അടുത്ത് ഒരുമാതിരി മിസ്ബിഹേവ് ഒക്കെ ചെയ്തില്ലേ, ആ ഒരു ലേഡിയാണ്. ആ ലേഡി നമ്മുടെ കറണ്ട് അടുത്തേക്ക് വന്ന് കറണ്ട് നോക്കുന്ന കാണിക്കുകയാണ്. അങ്ങനെ നൈറ്റ് ആവുകയാണ്. നൈറ്റ് ആകുമ്പോഴും നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് പോവാതെ അവൻ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അവിടേക്കാന്നുണ്ടെങ്കിൽ ബോസ് വരുന്നുണ്ട്. നീ ഇതുവരേക്കും വീട്ടിൽ പോയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് മിണ്ടായിരിക്കാണ്. ബോസ് ആണെങ്കിൽ കാരണം ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേരെന്തോ കെം എന്നാണ്. അവൻ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം ഇവിടെ കാണിക്കുന്നത് കെമ്മിനെയും കരുണയാണ്. കാരണം എന്നുണ്ടെങ്കിൽ കെമ്മിന്റെ അടുത്ത് വർക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ലേഡി അന്ന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു പേപ്പേഴ്സ് എടുത്ത് മാറ്റിയിട്ട് ഞാൻ കേട്ടായിരുന്നു നീ ഏതോ സെയിൽസ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോണ്, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് ഫയർ ചെയ്യുന്നൊക്കെ, അത് ശരിയാണെന്നൊക്കെ
ഇടയ്ക്ക് നമ്മുടെ കരണ്ട് അടുത്ത് ചോദിക്കുമ്പോഴേ കണ്ണാന്നുടയിലാണെന്ന് പറയാണ്. അന്നത്തെ നൈറ്റ് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അന്നത്തെ നൈറ്റ് നടന്ന സംഭവം ഞാൻ അത്ര പെട്ടെന്ന് മറക്കുന്ന സംഭവമൊന്നുമല്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ സൈൻ ചെയ്യാം, പക്ഷെ ഞാൻ ഇപ്പോഴേ സൈൻ ചെയ്യത്തില്ല. കാരണം അന്നത്തെ നൈറ്റ് നീ എന്നെ അത്രയധികം വിഷമിപ്പിച്ചില്ലേ. ഞാൻ അതൊക്കെ മറക്കണമെന്നുണ്ടെങ്കിലേ നീ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടി ചെയ്തു തരാന്നുണ്ടെങ്കിലേ ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നോളാം എന്ന് കെമ്മ് പറയുന്നുണ്ട്. കണ്ണാന്നുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് ബോസിനെ ആച്ചിയാണ്. അപ്പൊ ബോസ് ആണെങ്കിൽ ആച്ചി എടുത്ത് പറയാണ്, ആച്ചി ഞാൻ അന്നേരം പറഞ്ഞില്ലേ നിങ്ങളെ റിലേഷൻഷിപ്പും വർക്കും തമ്മിൽ വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളത് ചെയ്യത്തില്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ അനുഭവിക്കേണ്ടിയൊക്കെ വരുമെന്ന്. ഇതേക്കുന്ന ആഴ്ചയാന്നുണ്ടെങ്കിൽ ബോസ് തെറ്റിദ്ധരിച്ചൊക്കെയാണ്. ഒരു പക്ഷേ എനിക്ക് അങ്ങനെ വർക്ക് റിലേഷൻഷിപ്പും വേറെ വേറെ കാണാൻ പറ്റുമായിരിക്കും, എന്നാലും എനിക്ക് കറണ്ട് അടുത്തുള്ള സ്നേഹം അതൊരിക്കലും കുറയാൻ വേണ്ടി പോകുന്നില്ല. അതേപോലെ തന്നെ കറണ്ട് കാര്യം, കാരണം ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അവന്റെ ആ ഒരു ഹാൻസം ഫേസ് അവനത് എത്രത്തോളം ദോഷമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് എത്രത്തോളം അവൻ വെറുക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അവൻ ഈ ഒരു രാത്രി ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് പറയാണ്. നമ്മുടെ ആച്ചി പറയുന്ന കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കെമ്മിനെയും കരണിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ കെമ്മാന്നുണ്ടെങ്കിൽ കരണിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യിക്കുന്നില്ല. അവർക്ക് വേണ്ടുന്ന ഫുഡ് എടുത്ത് കൊടുക്കുക, അവരോട്ട് ഡ്രിങ്ക് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ആച്ചിയാണ് കാണിക്കുന്നത്. ആച്ചി ഇങ്ങനെ ഒരിടത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ കരൺ കോൾ ചെയ്യുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത പടത്തിന്റെ കാരണമാണെങ്കിൽ ആച്ചിയുടെ സോറി ചോദിക്കുന്നുണ്ട്. അവൻ വിളിച്ചിട്ട് കോളൊന്നും അറ്റൻഡ് ചെയ്യാതിരുന്നേന്. അവന്റെ കൂടെ കെമ്മുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കോളൊന്നും അറ്റൻഡ് ചെയ്യാതിരുന്നത്. കെമ്മാണെങ്കിൽ ഡീലിങ്ങിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നാളെയാണ് സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നാളെ നീ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്ക് ഒരുമിച്ച് പോകുന്നു പറയാണ്. നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം എല്ലാരും കൂടി ഇരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ കരുണാന്നുണ്ടെങ്കിൽ സൈൻ ചെയ്യേണ്ട പേപ്പർ എടുത്തിട്ട് നേരെ കെമ്മിന്റെ നേർക്ക് നീട്ടുകയാണ് സൈൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. കെമ്മാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഒരാളും കൂടി വരാണ്ട്, എന്നിട്ട് ഞാൻ സൈൻ ചെയ്യാന്ന് പറയണേ. അപ്പൊ ആ ഒരു ടൈമിൽ അവിടേക്ക് ബോസ് വരികയാണ്. ഞാൻ പറഞ്ഞ ആള് വന്നല്ലോ, ഇനിയിപ്പോ വേണ്ടുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് കെമ്മു പറയുന്നുണ്ട്. എന്നിട്ട് നേരെ കരണ്ട് എടുത്ത്, കരൺ ഞാനിപ്പോ ഈ ഒരു പേപ്പർ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് പറയണേ. കണ്ണാന്നുണ്ടെങ്കിൽ എന്ത് കാര്യം എന്നാണ് ചോദിക്കാണ്. അതാ അന്ന് അത്ര ആൾക്കാരെ മുമ്പ് വെച്ച് നീ എന്നെ നാണം കെടുത്തില്ലേ, അതിന് പരാട്ട് നീ ഇപ്പൊ എന്റെ കാല് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടാന്നുണ്ടെങ്കിൽ കാല് നീട്ടി വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ ഓക്കെ എന്നുള്ള മട്ടിയിരിക്കുകയാണ്. നമ്മുടെ ആച്ചെന്നുണ്ടെങ്കിൽ കരന്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് കരൺ വേണ്ടാന്ന് പറയണേ. പക്ഷെ നമ്മുടെ കരന്റെ മൈൻഡിലാണെങ്കിൽ ആച്ചി നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ നേരെ പോയി ചെന്നിട്ട് കാല് പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ ബോസ് ആണെന്നുണ്ടെങ്കിൽ വേണ്ട കരൺ എഴുന്നേക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് ബോസ് ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ഡീലിങ്സിന്റെ പേപ്പറില്ലേ അതാണെന്നുണ്ടെങ്കിൽ വലിച്ചേറി കളയുന്നുണ്ട്. ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു ഡീലിങ്സും വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കെമ്മിന് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളിപ്പോ എന്ത് ചെയ്തേ നിങ്ങൾക്ക് അറിയാവോ, ഇനി ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോസും ആച്ചയും കാനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബോസ് ആണെന്നുണ്ടെങ്കിൽ ആച്ചയെടുത്ത് കരന്റെ അടുത്ത്, നിങ്ങൾ എന്റെ എംപ്ലോയീസ് ആണ്, ഒരിക്കലും എന്റെ മുമ്പിൽ വെച്ച് വേറെ ആളുടെ മുമ്പിൽ തല താഴ്ത്താൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. അതേപോലെ തന്നെ അവരുമായിട്ടുള്ള കോൺട്രാക്ട് പേപ്പർ ഞാൻ വലിച്ചേറി കളഞ്ഞില്ലേ, ഇനി ഒരു പേപ്പർ കൂടി കളയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ കൂടി എടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ആച്ചയും കാണാന്നുണ്ടെങ്കിൽ ഷോക്ക് ആയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഒരു റൂൾ വെച്ചിട്ടില്ലേ, കൊളീഗ്സ് തമ്മിൽ റിലേഷൻഷിപ്പ് പാടില്ലാന്ന്, ഇനി അങ്ങനെ റൂൾസ് അവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ബോസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പർ വലിച്ചേറി കളയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിടയിലെ റിലേഷൻഷിപ്പ് നല്ല തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് വിഷ് ചെയ്തിട്ടാണ് നമ്മുടെ ബോസ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് രണ്ടുപേരും പുറത്തിറങ്ങി നടന്നു വരികയാണ്. അപ്പൊ നമ്മുടെ കർണാന്നുണ്ടെങ്കിൽ ആച്ചിയെടുത്ത് ചോദിക്കുന്നുണ്ട്, ആച്ചി ഒരു പക്ഷേ ഞാൻ റിസൈൻ ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുന്നൊക്കെ. അതിനകത്ത് ഇപ്പൊ എന്തോ ഇത്രയധികം ചിന്തിക്കാന്, ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചാണ് നീ റിസൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനും റിസൈൻ ചെയ്ത് നിന്റെ കൂടെ വരുന്നത്. ഓൾറെഡി ഞാൻ ഗിൽറ്റി ആയിട്ടിരിക്കുകയാണ്, കാരണം നിന്നെ വർക്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട്. ഇത് പറഞ്ഞ് തീരുമ്പോഴത്തേക്കും നമ്മുടെ കർണാന്നുണ്ടെങ്കിൽ ചിരിക്കുന്നുണ്ട്. നീ എന്തിനാ ചിരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ആച്ചി ചോദിക്കുമ്പോഴും അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് ഇനി യാതൊരു തരത്തിലുള്ള പ്രശ്നവും വരാൻ പോകുന്നില്ലല്ലോ, ലാസ്റ്റ് നമ്മൾ രണ്ടുപേരും ഫ്രീ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും നേരെ ഒരിടത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കരുണാന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് അവന്റെ മൈൻഡിലാന്നുണ്ടെങ്കിൽ അവനൊരു പാട്ട് പാടുന്നുണ്ട്. നമ്മുടെ ആച്ചിയെ ടച്ച് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ കരൺ പാടുന്ന ആ ഒരു പാട്ടിന്റെ ഓളത്തില് ആച്ചി അങ്ങ് ഉറക്കങ്ങ് പാട്ട് പാടാണ്. നമ്മുടെ കരുണാന്നുണ്ടെങ്കിൽ ഷോക്കായിട്ടിരിക്കുകയാണ്. കരൺ പാടുന്ന അതേ പാട്ട് തന്നെയാണ് നമ്മുടെ ആച്ചി പാടുന്നത്, അതും അതേ സെയിം വരി തന്നെ. ഇവനാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ആച്ചി നിനക്ക് എങ്ങനെ മനസ്സിലായത് ഞാൻ ഈ പാട്ടാ പാടുന്നതെന്നൊക്കെ. അതൊന്ന് പറഞ്ഞ് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഭയങ്കര ഷോക്കായിട്ടിരുന്നിട്ട്, അതോ നീ പാട്ട് പാടിക്കൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് നീ ഉറക്ക പാടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉറക്ക പാടിയേ എപ്പോഴായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ ആലോചിക്കുന്നുണ്ട്. അവനാന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചി എടുത്ത് നീ ഇവിടെ ഇരിക്കുക ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നത്, ജിൻഡാന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിനക്ക് മാജിക്കൽ പവർ ഉള്ള കാര്യം, നീ അത് കരന്റെ അടുത്ത് പറഞ്ഞോന്നൊക്കെ. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആച്ചി. ആ ഒരു ടൈമിൽ കരൺ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഓറഞ്ച് കളർ ക്യാൻഡിയും ഒരു ഗ്രീൻ കളർ ക്യാൻഡി എടുത്തിട്ട് നമ്മുടെ ആച്ചിയുടെ നിരക്ക് നീട്ടുന്നുണ്ട്. നിനക്ക് ഇതിൽ ഏത് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ രണ്ട് കളറും വേണ്ട, എനിക്ക് പർപ്പിളാ വേണമെന്നൊക്കെ. പെട്ടെന്ന് തന്നെ നമ്മുടെ കരണാണെങ്കിൽ പർപ്പിൾ കളർ ക്യാൻഡി എടുത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആച്ചി എന്നുണ്ടെങ്കിൽ മൈൻഡ് മാറ്റിയിട്ട് എനിക്ക് പർപ്പിൾ വേണ്ട, എനിക്ക് റെഡ് കളർ മതി എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ റെഡ് കളർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തോ നിന്റെ ഇത്ര അധികം കളർ ക്യാൻഡി ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ, അതോ എനിക്കങ്ങനെ മൈൻഡ് വായിക്കാനുള്ള കഴിവൊന്നും ഇല്ലല്ലോ, നിനക്ക് ഏതാ ഇഷ്ടമാണ് ഏത് ഇഷ്ടമല്ല എന്ന് അറിയാനൊക്കെ, അതുകൊണ്ട് ഞാൻ ഒരുപാട് ക്യാൻഡീസ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാൻഡീസ് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ആച്ചി നിനക്കാന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ആൾക്കാരെ മനസ്സ് വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണ്. പക്ഷെ എന്നെ നോക്കിയേ, എനിക്കാന്നുണ്ടെങ്കിൽ ആൾക്കാരെ മനസ്സൊന്നും വായിക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ മൈൻഡ് വായിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നിന്റെ മൈൻഡ് വായിച്ചിട്ട് നമുക്ക് അവിടെ
തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് നല്ല രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയനെ. ഒരു തരത്തിൽ പറയാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ. ഇത് കേൾക്കുന്ന നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെങ്കിൽ കാരണം നീ വിചാരിക്കും പോലെയല്ല കാര്യങ്ങള്, മനസ്സ് വായിക്കാനുള്ള കഴിവ് അതെനിക്ക് ശരിക്കും ഉള്ള കഴിവ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ കരനെ വിളിച്ചിട്ട് കരൺ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണേ. കരനാണെങ്കിൽ എന്ത് കാര്യം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, എനിക്ക് മറ്റുള്ളവരുടെ മൈൻഡ് വായിക്കാനുള്ള പവർ ഉണ്ടെന്ന് പറയണേ. ഇതേക്കുന്ന കാരനാണെങ്കിൽ എന്തുവാന്നുള്ള മട്ടില് നമ്മുടെ ആച്ചി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സീൻ കാണിച്ചോണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പോൾ ഓക്കെ, വെബ് സ്റ്റാർട്ട്. ബൈ.